നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മുദ്രാ ലോണിനെ കുറിച്ചാണ്. മുദ്രാ ലോണിന് ഓൺലൈനിൽ അപേക്ഷിക്കുന്ന മെത്തേഡ് വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അത് അവസാന ഭാഗത്താണ് കാണുക. സ്വന്തമായി ഒരു കച്ചവടം തുടങ്ങാനോ സംരംഭം തുടങ്ങാനോ വേണ്ടി പണം കണ്ടെത്തുന്നത് മിക്കവാറും ഒരു ബാങ്ക് ലോണിലൂടെ ആയിരിക്കും. അതിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് PM മുദ്ര യോജന തന്നെയാണ്. പക്ഷേ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഓർത്ത് പലരും പ്രോപ്പർട്ടി പണയം വെച്ചുള്ള ലോണുകൾക്കാണ് ശ്രമിക്കാറ്. മുദ്ര ലോൺ പറയുന്നത് പോലെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ഒരു പ്രത്യേക പ്രതിഭാസമുണ്ട്. അത് എന്താണെന്ന് ഞാൻ പറഞ്ഞ് വഷളാക്കുന്നില്ല. ചുരുക്കി പറയാം, പല കേന്ദ്ര പദ്ധതികളിലും കുറഞ്ഞ ബെനിഫിഷ്യറീസ് ആയിരിക്കും കേരളത്തിലുണ്ടാവുക. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, ഒന്ന് ഇവിടുത്തെ സംവിധാനങ്ങൾ, രണ്ട് പദ്ധതികളെക്കുറിച്ച് കൃത്യമായി അറിയാൻ ശ്രമിക്കാത്തത്. ഒരു ലോൺ ആപ്ലിക്കേഷനുമായി പോകുന്ന ഒരാളുടെ ആപ്ലിക്കേഷൻ എങ്ങനെ റിജക്റ്റ് ചെയ്യാം എന്ന് റിസർച്ച് നടത്തുന്ന ബാങ്ക് മാനേജർമാരുടെ അടുത്തേക്ക് പോകുമ്പോൾ സ്കീമിനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും പഠിച്ചിട്ട് വേണം നാം അവരുടെ മുന്നിൽ ഇരിക്കാൻ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. നേരിടാൻ തയ്യാറായി തന്നെ പുറപ്പെട്ടവരെ തകർക്കാൻ കഴിയില്ല. കാര്യങ്ങൾ നിങ്ങൾക്ക് വെബ്സൈറ്റിലൂടെ തന്നെ കാണിച്ചു തരാം. നമുക്ക് സൈറ്റിലേക്ക് പോകാം. അതിനായി ഗൂഗിളിൽ PM മുദ്ര ലോൺ ജൻസമർത്ത് എന്ന് സെർച്ച് ചെയ്യുക. ശ്രദ്ധിക്കുക, മുദ്ര ലോണിന് വേണ്ടി ഓൺലൈനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈ വെബ്സൈറ്റ് തന്നെ തിരഞ്ഞെടുക്കണം. ഈ മേഖലയിൽ തട്ടിപ്പ് നടത്തുന്നവരുടെ കെണിയിൽ പെടരുത്. വന്നിട്ടുള്ള റിസൾട്ടുകളിൽ ജൻസമൃദ്ധിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ബിസിനസ് ലോണുകൾക്ക് വേണ്ടിയുള്ള മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ വെബ്സൈറ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെ തന്നെ പദ്ധതിയെക്കുറിച്ച് വിശദമായി കൊടുത്തിട്ടുണ്ട്. ഇൻട്രഡക്ഷൻ വായിച്ചു നോക്കാം. കോർപ്പറേറ്റ് അല്ലാത്ത കാർഷികേതര ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങൾക്ക് 20 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ നൽകുന്നതിനായി ഇന്ത്യൻ ഗവൺമെന്റ് രൂപീകരിച്ച ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന. ഓക്കെ, താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇതിൽ 4 കാറ്റഗറികളുണ്ട്. അതിൽ ഒന്നാമത്തേത് 50,000 രൂപ വരെ ലോൺ കിട്ടുന്ന ശിശു കാറ്റഗറിയാണ്. സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ കാറ്റഗറി. രണ്ടാമത്തേത് എന്ന് പറയുന്നത് കിഷോർ. ഇതിൽ 50,001 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയാണ് ലോൺ കിട്ടുക. ശിശു കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നതോ ആയ സംരംഭം മെച്ചപ്പെടുത്താനോ വികസിപ്പിക്കാനോ വേണ്ടിയുള്ളതാണ് ഈ കാറ്റഗറി. മൂന്നാമത്തേത് 5,01 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ ലോൺ കിട്ടുന്ന തരുൺ കാറ്റഗറിയാണ്. അത് നമ്മുടെ തൊഴിലോ ബിസിനസ്സോ ഡെവലപ്പ് ചെയ്യാനോ എക്സ്പാൻഡ് ചെയ്യാനോ വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്. അവസാനമായി ഇപ്പോൾ പുതിയ ഒരു കാറ്റഗറി കൂടി വന്നിട്ടുണ്ട്. അതാണ് തരുൺ പ്ലസ്. ഇതിൽ 10,01 രൂപ മുതൽ 20 ലക്ഷം രൂപ വരെയാണ് ലോൺ കിട്ടുക. തരുൺ ലോൺ കൃത്യമായി അടച്ചു തീർത്തിട്ടുള്ളവർക്ക് മാത്രമാണ് തരുൺ പ്ലസ് ലഭിക്കുക. ഇനി ഏതൊക്കെ തരത്തിലുള്ള സംരംഭങ്ങൾക്കാണ് ലോൺ കിട്ടുകയെന്നും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ട്രേഡിങ്, 2 മാനുഫാക്ചറിങ്, 3 സർവീസസ് സെക്ടർ. അതുപോലെ ധനകാര്യ സ്ഥാപനങ്ങളുടെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൊമേഴ്സ്യൽ ബാങ്കുകൾ, MFIകൾ, NBFCകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കെല്ലാം മുദ്ര ലോൺ അനുവദിക്കാൻ കഴിയും. MSMEകൾക്ക് അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിനും വിപുലീകരിക്കുന്നതിനും ലോൺ അനുവദിക്കുന്നു എന്നിവിടെ പ്രത്യേകമായി എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ടൈപ്പ് ഓഫ് അപ്ലിക്കൻസ്, ഏതൊക്കെ തരത്തിലുള്ള അപേക്ഷകരാണെന്നുള്ളത്. അത് ഇൻഡിവിജ്വൽസ്, പ്രൊപ്രിയേറ്ററി കൺസേൺ, പാർട്ട്ണർഷിപ്പ് ഫേം, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, പബ്ലിക് കമ്പനി, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ, ഈ തരത്തിലുള്ള ആളുകൾക്കൊക്കെ ലോൺ ലഭിക്കുന്നതാണ്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അപേക്ഷകർ ഏതെങ്കിലും ബാങ്കിലോ ധനകാര്യ സ്ഥാപനത്തിലോ വായ്പ തിരിച്ചടയ്ക്കാത്തവരാകരുത്. കൂടാതെ തൃപ്തികരമായ ക്രെഡിറ്റ് ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിരിക്കുകയും വേണം. അതുപോലെ ഏറ്റെടുക്കുന്ന തൊഴിലിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ബിസിനസ്സിനെ സംബന്ധിച്ച് വ്യക്തമായ അറിവും എക്സ്പീരിയൻസും കഴിവും ഉണ്ടായിരിക്കണം. തിരഞ്ഞെടുക്കുന്ന പ്രവൃത്തിയുടെ സ്വഭാവത്തിനനുസരിച്ച് വേണ്ടിവരുന്ന വിദ്യാഭ്യാസ യോഗ്യതയുണ്ടോ എന്ന് വിലയിരുത്തണം. ഇനി ഏതൊക്കെ രീതിയിലുള്ള വായ്പകളാണ് കിട്ടുക എന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടേം ലോണ്, ഓവർ ഡ്രാഫ്റ്റ് ലിമിറ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസ്, മൂലധന ആസ്തികൾക്കുള്ള സംയുക്ത ലോണുകൾ, ഇതൊക്കെയാണ് കിട്ടുക. ഇനി അഡീഷണൽ ഇൻഫർമേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്.
RBIയുടെ മാർഗനിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കി വായ്പ നൽകുന്ന ആളുടെ നയങ്ങൾക്കനുസരിച്ചാണ് മാർജിൻ അല്ലെങ്കിൽ പ്രൊമോട്ടറുടെ സംഭാവന. ശിശു വായ്പകൾക്ക് ബാങ്കുകൾ മാർജിൻ നിർദ്ദേശിക്കാൻ പാടുള്ളതല്ല. അതുപോലെ പലിശ ഈടാക്കുന്നത് ബാങ്കിന്റെ നയപരമായ തീരുമാനങ്ങൾക്കനുസരിച്ചാണ്. വായ്പയിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്ന എല്ലാ ആസ്തികൾക്കും, ലോൺ നൽകിയിരിക്കുന്ന ബിസിനസ്സുമായോ പദ്ധതിയുമായോ നേരിട്ട് ബന്ധപ്പെട്ട ആസ്തികൾക്കും ആദ്യ ചാർജ് ഈടാക്കും. പിന്നെ നാലാമത്തെ കാറ്റഗറിയായ തരുൺ പ്ലസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട പദ്ധതികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്കുകളും കാണാം. ഇത്രയുമാണ് ഇവിടെ ഉള്ളത്. അതിന് താഴെയായി FAQ ഉണ്ട്, വേണ്ടവർക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനുശേഷം നമുക്ക് തിരിച്ചു വരാം. സാധാരണയായി മുദ്രാ ലോണിന് 2 രീതിയിൽ അപേക്ഷിക്കാൻ കഴിയും. നമുക്ക് അക്കൗണ്ടുള്ള ബാങ്കിൽ നേരിട്ട് പോയിട്ടും അപേക്ഷിക്കാം, ഓൺലൈനായിട്ടും അപേക്ഷിക്കാം. ഇന്ത്യക്കാരനായിട്ടുള്ള ആധാർ കാർഡും പാൻ കാർഡും അഡ്രസ് പ്രൂഫും നല്ലൊരു പ്രൊജക്റ്റും കയ്യിലുള്ള 18 വയസ്സായ ഏതൊരു വ്യക്തിക്കും മുദ്രാ ലോണിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. കേന്ദ്ര സർക്കാരിന്റെ ക്രെഡിറ്റ് ഗ്യാരണ്ടിയുള്ള സ്കീം ആയതുകൊണ്ട് എലിജിബിലിറ്റി ഉള്ള ഒരാളാണെങ്കിൽ ലോൺ തരാതിരിക്കാൻ ബാങ്കുകൾക്ക് കഴിയില്ല. ബാങ്കിൽ നേരിട്ട് അപേക്ഷിക്കാനാണെങ്കിലും ഓൺലൈനിൽ അപേക്ഷിക്കാനാണെങ്കിലും മുദ്രാ ലോണിനെ കുറിച്ചും നാം ചെയ്യാൻ പോകുന്ന ജോലിയെക്കുറിച്ചും വ്യക്തമായി പഠിച്ച് വേണം ബാങ്കിലേക്ക് പോകാൻ. നമ്മുടെ പ്രൊജക്റ്റിനെ കുറിച്ച് എന്ത് ചോദിച്ചാലും അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ശേഷിയും അറിവും നമുക്കുണ്ടായിരിക്കണം. പ്രൊജക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കി നല്ലൊരു പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കണം. പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ അത് കച്ചവടമാകട്ടെ, പ്രൊഡക്ഷൻ ആകട്ടെ, സർവീസ് ഓറിയന്റഡ് ബിസിനസ് ആവട്ടെ, ഏതുമായിക്കോട്ടെ. ഏത് കച്ചവടം എന്നൊന്നുമില്ല. തുണിക്കച്ചവടമാകാം, പലചരക്ക് സ്റ്റോർ ആകാം, ഇലക്ട്രിക്കൽ ഷോപ്പ് ആകാം, ബേക്കറി ആകാം, സ്പെയർ പാർട്സ് വിൽക്കുന്ന കടയാകാം, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അതുപോലെ നിർമ്മാണ യൂണിറ്റുകളാകാം. അത് ഫുഡ് ഐറ്റംസ് ആണെങ്കിലും, ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആണെങ്കിലും, പേപ്പർ പ്രോഡക്റ്റുകളാണെങ്കിലും, ഫർണിച്ചർ ആണെങ്കിലും, ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ. മെഷീനറീസ് ആണെങ്കിലും, എന്ത് പ്രോഡക്റ്റ് വേണമെങ്കിലും ആയിക്കോട്ടെ. അതുപോലെ സർവീസുകൾ ചെയ്തു കൊടുക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിലും മുദ്രാ ലോൺ കിട്ടും. മുദ്രാ ലോണിന്റെ റീപേയ്മെന്റ് പീരീഡ് എന്ന് പറയുന്നത് 1 വർഷം മുതൽ 5 വർഷം വരെയാണ്. പലിശ സാധാരണയായി 8% മുതൽ 12% വരെ ആയിരിക്കും. ഇതെല്ലാം മനസ്സിലാക്കി നാം ബാങ്കിനെ സമീപിക്കുമ്പോൾ തീർച്ചയായും ലോൺ കിട്ടാതിരിക്കാൻ വഴിയില്ല. നമ്മുടെ ഭാഗത്തു നിന്ന് എല്ലാ കാര്യങ്ങളും നിരത്തിയിട്ടും ലോൺ തരാൻ മടിക്കുകയാണെങ്കിൽ റിജക്റ്റ് ചെയ്യാനുള്ള കാരണം എഴുതി തരാൻ പറയുകയേ വേണ്ടൂ. ആ ഒരൊറ്റ വാക്കിൽ ലോണിന്റെ വഴി തുറന്നു കിട്ടും. ഇനി ലോൺ തന്നില്ല എന്ന് കരുതുക, നമുക്ക് വ്യവസായ വകുപ്പിനെ സമീപിക്കാൻ കഴിയും. നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ലോൺ തന്നേ പറ്റൂ. ഇനി നമുക്ക് തിരിച്ച് വെബ്സൈറ്റിലേക്ക് വരാം. ഓൺലൈനിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. തുടക്കത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ സ്വയം ചെയ്യേണ്ടതാണ്. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റുകളുടെ എല്ലാം കോപ്പികൾ സ്കാൻ ചെയ്ത് ഗാലറിയിൽ വെച്ചിട്ട് വേണം ആപ്ലിക്കേഷൻ നടപടികൾ തുടങ്ങാൻ. അതിൽ വേണ്ട ഡോക്യുമെൻറ്റുകൾ എന്ന് പറയുന്നത് ആധാർ കാർഡ്, പാൻ കാർഡ്, ഫോട്ടോ, പ്രൊജക്റ്റ് റിപ്പോർട്ട്, SC/ST വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, സാധനങ്ങളോ മെഷീനറികളോ വാങ്ങാനുള്ള കൊട്ടേഷൻ. അത് ഒരു 3 പേരുടെ കയ്യിൽ നിന്നെങ്കിലും വാങ്ങണം. അതിൽ ബെറ്റർ ആയിട്ടുള്ളതായിരിക്കും സെലക്ട് ആവുക. അതുപോലെ മറ്റൊരു കാര്യം പറയാൻ മറന്നു. അതായത് ഇപ്പോൾ കൊട്ടേഷൻ പ്രകാരം ഈ സ്കീമിലേക്ക് മെഷീനറികൾ വാങ്ങുമ്പോൾ സബ്സിഡി കിട്ടും. അത് നമ്മുടെ ലോൺ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവണമെങ്കിൽ സബ്സിഡിക്ക് വേണ്ടി അപ്ലൈ ചെയ്യണം. 25% സബ്സിഡിയാണ് കിട്ടുക. ഇനി ആപ്ലിക്കേഷൻ നടപടികളിലേക്ക് കടക്കാം. നാം നേരത്തെ നിന്നിടത്തേക്ക് തിരിച്ചു വന്നാൽ താഴെയായി ചെക്ക് എലിജിബിലിറ്റി എന്ന നീല ബട്ടൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ ബിസിനസ് ആക്ടിവിറ്റി ലോൺ സ്കീം എന്ന പേജിലേക്ക് എത്തും. ലെറ്റ്സ് ചെക്ക് യുവർ എലിജിബിലിറ്റി എന്ന് കാണാം. താഴെയായി സെലക്ട് എ സ്യൂട്ടബിൾ ഓപ്ഷൻ വിച്ച് ഹെൽപ്സ് ടു ഗൈഡ് ബെറ്റർ സ്കീം ഫോർ യു. അതിന് താഴെയായി കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോലിയുമായി മാച്ച് ആകുന്നത് തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. അതിന് യോജിച്ച പദ്ധതി തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ്. ഇവിടെ നമുക്ക് അവസാനത്തെ ഓപ്ഷനായിട്ടുള്ള അതർ ബിസിനസ് ലോൺ സെലക്ട് ചെയ്യാം. അടുത്തത് സെലക്ട് ടൈപ്പ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റി യു ആർ ഡൂയിങ് ഓർ പ്രൊപ്പോസ്ഡ് ടു ഡു. അത് ന്യൂ ആണോ എക്സിസ്റ്റിംഗ് ആണോ എന്നാണ് ചോദിക്കുന്നത്. പുതിയ സംരംഭം തുടങ്ങാനാണെങ്കിൽ ന്യൂ തിരഞ്ഞെടുക്കാം. അടുത്തത് ഹാവ് യു പാസ്ഡ് ക്ലാസ് 8
8ാം ക്ലാസ് പാസ്സായിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പാസ്സായിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കാം. അടുത്തത് ഹാവ് യു അണ്ടർഗോൺ EDP ട്രെയിനിങ്, എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അഥവാ സംരംഭകത്വ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം. യെസ് ആണെങ്കിലും നോ ആണെങ്കിലും ഉചിതമായത് സെലക്ട് ചെയ്യുക. സെലക്ട് നേച്ചർ ഓഫ് യുവർ ബിസിനസ്, മാനുഫാക്ചറിങ്, ബിസിനസ് ഓർ സർവീസ്, ട്രേഡിംഗ്, അതിലേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക. അത് നിങ്ങളുടെ തൊഴിലിനനുസരിച്ച് ഉള്ളത് കൊടുക്കുക. പിന്നെ സെലക്ട് യുവർ ജെൻഡർ, അത് മെയിൽ ഓർ ഫീമെയിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ സോഷ്യൽ കാറ്റഗറി, ജനറൽ, OBC, SC ST, മൈനോറിറ്റി, നിങ്ങൾ ഏത് വിഭാഗത്തിലാണ് പെടുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അടുത്തത് എക്സ് സർവീസ് മാൻ ആണോ അല്ലെങ്കിൽ വൈകല്യമുള്ള ആളാണോ എന്നാണ് ചോദ്യം. യെസ് ഓർ നോ കൊടുക്കുക. വെദർ ലൊക്കേറ്റഡ് ഇൻ നോർത്ത് ഈസ്റ്റ് റീജിയൻ ഓർ സ്റ്റേറ്റ്സ് ഓഫ് ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് ആൻഡ് ലക്ഷദ്വീപ് ഐലൻഡ്, ഓർ ഹിൽ ഏരിയാസ്, ഓർ ട്രൈബൽ ഏരിയാസ്, ഓർ ബോർഡർ ഏരിയാസ്, ഇവിടങ്ങളിലുള്ളവരാണോ എന്നാണ് ചോദ്യം. അല്ലെങ്കിൽ നോ കൊടുക്കാം. അടുത്ത ചോദ്യം നേരത്തെ തരുൺ ലോൺ കിട്ടിയതിന് ശേഷം കൃത്യമായി തിരിച്ചടച്ച ആളാണോ എന്നാണ് ചോദിക്കുന്നത്. യെസ് ഓർ നോ കൊടുക്കുക. സെലക്ട് യുവർ ലൊക്കേഷൻ, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏരിയ ആണെങ്കിൽ അർബൻ കൊടുക്കാം, ഗ്രാമപ്രദേശമാണെങ്കിൽ റൂറൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ടൈപ്പ് ഓഫ് അപ്ലിക്കൻറ്റ് ഓർ ബെനിഫിഷ്യറി, അത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻസ് വരും. ഇൻഡിവിജ്വൽ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക, പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്താൽ മതി. പിന്നെ എസ്റ്റിമേറ്റഡ് പ്രൊജക്റ്റ് കോസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. എത്ര തുക പ്രൊജക്റ്റിലേക്ക് വേണ്ടി വരും എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തത് നിങ്ങളുടെ ഈ സംരംഭത്തിലേക്ക് സ്വന്തമായി നിങ്ങൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് എത്രയാണ് പറ്റുക എന്നുണ്ടെങ്കിൽ അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടിയിലായി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് മൈനസ് ചെയ്ത് ബാക്കി റിക്വയർഡ് ലോൺ എമൗണ്ട് കാണിക്കും. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ അടിയിലായി കാൽക്കുലേറ്റ് എലിജിബിലിറ്റി എന്ന നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ കൺഗ്രാറ്റുലേഷൻ, യു ആർ എലിജിബിൾ ഫോർ 2 ബിസിനസ് ആക്ടിവിറ്റി ലോൺ സ്കീം ലിസ്റ്റഡ് ബിലോ എന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ലോൺ എമൗണ്ടും EMI-യും കാൽക്കുലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. 5 വർഷമാണ് കാലാവധി. PMEGP-യിലേക്കും എലിജിബിൾ ആണെന്ന് വന്നിട്ടുണ്ട്. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിലേക്ക് അപ്ലൈ ചെയ്യാം. PMEGP-യിൽ സബ്സിഡി എമൗണ്ട് കൂടി കാണിക്കുന്നുണ്ട്. അത് 15 വർഷത്തെ കാലാവധിയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ EMI 460 രൂപയെ കാണിക്കുന്നുള്ളൂ. ഓക്കെ, നമുക്ക് മുദ്ര തന്നെ നോക്കാം. ലോഗിൻ ടു അപ്ലൈയിൽ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ വരും. OTP വരാനുള്ള പേജാണ്. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ചതുരത്തിൽ ചെറിയ ചതുരം കണ്ട അവിടെ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടതുണ്ട്. അവിടെ അത് ടിക്ക് മാർക്ക് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ വരും. കണ്ടീഷൻസ് വായിച്ച് നോക്കാനായി താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അത് മുഴുവൻ നമ്മൾ വായിച്ച് നോക്കുന്ന പോലെ സ്ക്രോൾ ചെയ്യുക. അത് കഴിയുമ്പോൾ നെക്സ്റ്റ് ബട്ടൺ തെളിഞ്ഞ് വരും. ആ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതിൻ്റെ ബാക്കി വായിക്കാനുള്ള ഭാഗം വരും. അത് വീണ്ടും സ്ക്രോൾ ചെയ്ത് വിടുക. അത് കഴിയുമ്പോൾ വീണ്ടും നെക്സ്റ്റ് ബട്ടൺ തെളിഞ്ഞ് വരും. അത് എല്ലാം വായിച്ച് തീർന്നു കഴിഞ്ഞ് നമുക്ക് ടിക്ക് മാർക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ കാണാം. ആ ടിക്ക് മാർക്ക് കൊടുക്കുന്ന സമയത്ത് എഗ്രി ബട്ടൺ തെളിഞ്ഞ് വരും. എഗ്രി കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം താഴെയായിട്ട് ക്യാപ്ച കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ ക്യാപ്ച കൊടുക്കുക. ആ ക്യാപ്ച കൊടുത്തിട്ട് താഴെ കാണുന്ന ഗെറ്റ് OTP എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഒരു OTP വരും. അടുത്ത പേജിൽ ആ OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ഇമെയിൽ ID വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അത് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അതിനടിയിൽ സ്കിപ്പ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. ഇത് സ്കിപ്പ് ചെയ്യുക. സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീണ്ടും കൺഗ്രാറ്റുലേഷൻ എന്ന് പറഞ്ഞിട്ട് വന്ന ആ പേജ് ഉണ്ടല്ലോ, ആ പേജിലേക്ക് തിരിച്ചെത്തും. ഇപ്പോൾ ഇവിടെ താഴെയായി പ്രൊസീഡ് ബട്ടൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുക. ഇനി സ്വന്തമായി ചെയ്യേണ്ടതാണ്. ഇതിനി അങ്ങോട്ട് ഒരു അപ്ലിക്കേറ്ററിന് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം.
അതിനപ്പുറത്തേക്ക് നിങ്ങൾ സ്വന്തമായിട്ട് പോകേണ്ടതാണ്. അപ്പോൾ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ നാം ഇതുവരെ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് മുഴുവൻ കാണാം. അതെല്ലാം പരിശോധിക്കാം. അതെല്ലാം പരിശോധിച്ചിട്ട് എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാവും. എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിന് താഴെയായിട്ട് കണ്ടിന്യൂ ബട്ടൺ ഉണ്ടാവും. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ ആധാർ കാർഡിനെ കുറിച്ചും പാൻ കാർഡിനെ കുറിച്ചും ബാങ്ക് ഡീറ്റെയിൽസിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതിന് താഴെയായിട്ട് പ്രൊസീഡ് ബട്ടൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു കൺസെൻറ്റ് വരും. നമ്മൾ നേരത്തെ വായിച്ച് നോക്കിയതുപോലെ വായിച്ച് നോക്കിയതിന് ശേഷം എഗ്രി ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതെല്ലാം സ്ക്രോൾ ചെയ്ത് വിടുക. വീണ്ടും നെക്സ്റ്റ് ബട്ടൺ ഉണ്ടാവും. നെക്സ്റ്റ് ബട്ടൺ അടിച്ച് വീണ്ടും അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വരും. അത് സ്ക്രോൾ ചെയ്ത് വിടുക. വീണ്ടും നെക്സ്റ്റ് ബട്ടൺ അടിച്ച് അത് ഫുള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിയിലായിട്ട് എഗ്രി ആൻഡ് പ്രൊസീഡ് എന്ന ബട്ടൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത പേജിലേക്ക് പോകും. അവിടെ പാൻ കാർഡ് വെരിഫൈ ചെയ്യേണ്ടതാണ്. അതിനുവേണ്ടി പാൻ കാർഡ് നമ്പർ കൊടുക്കണം, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം, പാൻ കാർഡിലെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പാൻ കാർഡ് വെരിഫൈ ചെയ്തതിന് ശേഷം ആധാർ കാർഡ് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ആധാർ നമ്പറൊക്കെ കൊടുത്തിട്ട് വെരിഫൈ ചെയ്തതിന് ശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. ഇനി അങ്ങോട്ട് സ്വന്തമായിട്ട് കൃത്യമായി ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, അത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. ആ ഡോക്യുമെൻറ്റ്സുകളെല്ലാം സ്കാൻ ചെയ്ത് ഗാലറിയിൽ സൂക്ഷിച്ചതിന് ശേഷം മാത്രമേ ഓൺലൈൻ ആപ്ലിക്കേഷൻ തുടങ്ങാവൂ. ഓക്കെ, വീണ്ടും മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോ.